മമ്മൂട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അടുവോ മമ്മൂട്ടി സഖാവേ, ഇങ്ങോട്ട് നോക്കേ, മമ്മൂട്ടി സഖാവേ എന്ന് തന്നെ വിളിക്കട്ടെ. നിങ്ങളെയൊക്കെ ഏറ്റവും ഏറെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്നു കേട്ടോ. നിങ്ങളുടെ കഥാപാത്രങ്ങൾ, നിങ്ങളുടെ അഭിനയ മികവ്, നിങ്ങൾ മോഹൻലാലിനെയും കമലഹാസനെയും ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ടാലന്റ് തെളിയിച്ച അഭിനയ പ്രതിഭയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇത്രമാത്രം കാപട്യം നിറഞ്ഞ പിണറായി വിജയനേക്കാൾ കാപട്യം നിറഞ്ഞൊരു മനുഷ്യരാണ് എന്ന് ഇന്ന് നിങ്ങൾ ജനസമൂഹത്തിന് മുമ്പിൽ, കേരളീയ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ പ്രാഗൽഭ്യങ്ങളും, നിങ്ങളുടെ എല്ലാ മഹത്വവും നിങ്ങൾ ഈ പിണറായി വിജയനെ കാൽക്കൽ അടിയറ വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരി, നിങ്ങളൊരു 6-7 മാസം പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു, ഒക്കെ അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഈ വാർത്തകളൊന്നും നിങ്ങൾ കേട്ടിരിക്കില്ല, ഈ വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ പെട്ടുപോയത്, ഈ ദുഷ്ടന്റെ പിടിയിൽ പെട്ടുപോയത് എന്ന് കരുതുകയാണ് കേട്ടോ. അങ്ങനെ കരുതി ആശ്വാസം കൊള്ളുകയാണ്. നിങ്ങളായിരുന്നല്ലോ മധു, അട്ടപ്പാടിയിലെ മധുവിനെ ഒരു പിടി അരി മോഷ്ടിച്ചതിന്, വിശപ്പ് സഹിക്കാതെ ഒരു പിടി അരി മോഷ്ടിച്ചതിന് അട്ടപ്പാടിയിലെ മധുവിനെ തല്ലിക്കൊന്നില്ലേ? അന്ന് നിങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു കേട്ടോ. മമ്മൂട്ടി ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഇവിടുത്തെ മമ്മൂട്ടിയെ ആരാധിക്കുന്ന മമ്മൂട്ടിയുടെ ആരാധകർ മറന്നിട്ടില്ല. മധു എന്റെ സഹോദരനാണ് എന്നാണ് മമ്മൂട്ടി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത്. മിസ്റ്റർ മമ്മൂട്ടി, മധുവിനെ പോലെ അല്ലെങ്കിൽ മധുവിനേക്കാൾ പരിതാപകരമായി ആയിരക്കണക്കിന് ആദിവാസികൾ, ആയിരക്കണക്കിന് ഗോത്രവർഗക്കാർ, ആയിരക്കണക്കിന് കാടിന്റെ മക്കൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടി അരിക്ക് വേണ്ടിയിട്ട്, മരുന്ന് കിട്ടാതെ, വിദ്യാഭ്യാസമില്ലാതെ, ചോർന്നലിക്കുന്ന കൂരക്കുള്ളിൽ, അല്ലെങ്കിൽ അതുപോലുമില്ലാതെ നൂറുകണക്കിന് കാടിന്റെ മക്കൾ ഈ കേരളത്തിലുണ്ട് കേട്ടോ. പിണറായി വിജയൻ കാണില്ല. പിണറായി വിജയൻ എന്ന അതിക്രൂരനായ ഭരണാധികാരി അതൊന്നും കാണില്ല. ആരോ പറഞ്ഞു കൊടുത്ത ആകെ 64,006 കേരള ചരിത്രത്തിൽ ഇനി ഈ സംഖ്യ 64,006 എന്നുള്ളൊരു സംഖ്യ എക്കാലവും ഓർമ്മിക്കപ്പെടും കേട്ടോ. കേരളത്തിൽ അത്രയേ അതിദരിദ്രരുള്ളൂ. അവരുടെ കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിദരിദ്രരില്ല. രാവിലെ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു, അഞ്ജു പാർവതി പ്രവീഷ് എഴുതിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണഭൂതത്തെ വിളിക്കുകയാണ്, വരണം എന്റെ കൂടെ, തിരുവനന്തപുരം നഗരത്തിലൂടെ നിന്ന് നടക്കണം, നിങ്ങൾക്ക് കാണാം. റെയിൽവേ സ്റ്റേഷനടിയിലും, റെയിൽവേ സ്റ്റേഷന് സമീപത്തും, പാലത്തിനടിയിലും, തെരുവോരങ്ങളിലുമൊക്കെ കൂരയില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ആളുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇവിടുത്തെ ട്രാൻസ്ജെൻഡർമാർ, ഇവിടുത്തെ ദുർബല വിഭാഗക്കാരായ നമ്മുടെ ഈ ആശാവർക്കർമാരെ പോലെ വെറും 232 രൂപയൊക്കെ കിട്ടുന്ന ആൾക്കാരെ, അതൊന്നും നിങ്ങളുടെ അതിദരിദ്രരുടെ ലിസ്റ്റിലല്ല. എന്നിട്ട് മമ്മൂട്ടി പങ്കെടുത്തു. മമ്മൂട്ടി സംസാരിച്ചു. പിണറായി വിജയൻ എല്ലാ ആശംസകളും നേർന്നു. ലാൽസലാം സഖാവേ എന്ന് മാത്രമേ മമ്മൂട്ടിയോട് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് നിങ്ങളുടെ ഇന്നോളമുള്ള അഭിനയ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ യശസ് ഉണ്ടല്ലോ, അത് മുഴുവൻ നിങ്ങൾ കളഞ്ഞു കുടിച്ചിരിക്കുന്നു. മോഹൻലാലിനെയും കമൽഹാസനെയും നിങ്ങൾ എന്ത് ചെയ്യോ? തൊഴണം. അവർ ജനപക്ഷത്ത് നിന്നു, അവർ സത്യത്തിന്റെ പക്ഷത്ത് നിന്നു, അവർ ഇവിടത്തെ ദുർബല വിഭാഗങ്ങൾക്കൊപ്പം നിന്നു, അവർ ഇവിടത്തെ പട്ടിണി പാവങ്ങൾക്കൊപ്പം നിന്നു. പക്ഷെ നിങ്ങൾ നിന്നത് കാരണഭൂതത്തിന്റെ കൂടെയാണ്, തട്ടിപ്പുകാരുടെ കൂടെയാണ്. പൊറിക്കില്ല മമ്മൂട്ടി, പൊറിക്കില്ല. കേരള ജനത ഇനി നിങ്ങളെ ഒരു വെളിപ്പാടകലം മാറ്റി നിർത്തും കേട്ടോ. നിങ്ങളുടെ സിനിമകൾ എത്രമാത്രം നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നറിയോ? എല്ലാം നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ഒരൊറ്റ ആ മീറ്റിംഗിൽ പങ്കെടുത്തതോടുകൂടിയിട്ട് നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ തുലച്ചത് കേട്ടോ. ആ ദുഷ്ടന്റെ സമീപത്ത് നിന്നിട്ട് കൈനീട്ടി വാങ്ങിയില്ലേ ഒരു ട്രോഫി? ആ മുഖത്തേക്ക് വലിച്ചെറിയേണ്ടിയിരുന്നു നിങ്ങൾ. എന്നിട്ട് പറയേണ്ടിയിരുന്നു, മിസ്റ്റർ വിജയൻ, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തോന്നിവാസമാണിത്. നിങ്ങൾക്ക് 3ാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രാട്ടി ഉണ്ടല്ലോ, ഇത് ഒരിക്കലും കേരള ജനതയോട് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾ പറയേണ്ടിയിരുന്നു കേട്ടോ. പക്ഷെ മമ്മൂട്ടി നിങ്ങൾ ചെയ്തില്ല. എന്റെ വിജയ, ഇവിടെ ആർക്കാണ് ദാരിദ്ര്യ വിമുക്തി? ആരും പറയുന്നത് കേട്ടു, കേരളത്തിൽ ആകെ ഒരൊറ്റ കുടുംബം മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പിണറായി വിജയന്റെ കുടുംബം, മോളും മോനും കൊണ്ടാട്ടിയും രക്ഷപ്പെട്ടു. അപ്പോഴാണ് പിണറായി വിജയൻ വിചാരിച്ചത് ഈ കേരളത്തിലെ എല്ലാ കുടുംബവും ഇതേപോലെ രക്ഷപ്പെട്ടു എന്ന്. വിജയ, എന്താ പറയാ, അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടേ കേരളത്തിൽ ഒരു കുട്ടിയും ഇതേപോലെ ഒരു IT കമ്പനി തുടങ്ങിയിട്ടില്ല കേട്ടോ. നിന്റെ മോള് മാത്രമേ നിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു IT കമ്പനി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. വേറെ ആരും തുടങ്ങിയിട്ടില്ല. പറ്റിക്കരുത് കേട്ടോ മനുഷ്യന്മാരെ. അതിനൊക്കെ എല്ലാത്തിനും ഒരു ലെവലുണ്ട്.
കട്ട് മുടിച്ചിട്ട് അവസാനം നിന്റെ ഒരു മാമാങ്കല്ലേ, എന്നിട്ട് അതിനെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കണ്ണുരുട്ടിട്ട് ആളെ ഇറക്കുക. വേറൊരു കാര്യം അറിയോ, ഈ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി ചെലവെത്രയാണെന്ന് അറിയോ? 1.5 കോടിയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് നടന്ന ഈ മഹാ സമ്മേളനം, കോപ്പിരാട്ടി സമ്മേളനം, കോമാളി സമ്മേളനം അല്ലെ, ഇതിനു വേണ്ടി ചെലവഴിച്ചത് 1.5 കോടി രൂപ. ഏതാണ് ഈ 1.5 കോടി രൂപ എന്നറിയോ? അതായത് ബഡ്ജറ്റിൽ അതിദരിദ്രർക്ക് വേണ്ടി നീക്കിവെച്ച ഭവന നിർമ്മാണ പദ്ധതി നോക്കണം നിങ്ങൾ. അതായത് നമ്മുടെ ബഡ്ജറ്റിലെ 52.8 കോടി രൂപ 52.8 കോടി രൂപ നീക്കി വെച്ചിരുന്നു. എന്തിനെന്നറിയോ? ദരിദ്രർക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ. അതിൽ നിന്നാണ് 1.5 കോടി രൂപ ഈ മാമാങ്കത്തിന് ഉളുപ്പില്ലാത്തവന്മാർ എടുത്തത്. നോക്കണം. MP രാജേഷിന് ചോദിച്ചു, MP രാജേഷിനോട് പത്രക്കാർ ചോദിച്ചു, 1.5 കോടി രൂപ ഇതിന് ചെലവിട്ടത് വകമാറ്റിയിട്ട് ഈ പറയുന്ന പട്ടിണി പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത പൈസയല്ലേ എന്ന് ചോദിച്ചു. അറിയാലോ, ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപയാണ്. ഒരു ലൈഫ് പദ്ധതിക്ക് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 1.5 കോടി രൂപയുണ്ടെങ്കിൽ എത്ര പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാമായിരുന്നടോ ചെറ്റകളെ. 1.5 കോടി എടുത്തിട്ടാണ് നിന്റെയൊക്കെ മാമാങ്കല്ലേ. 52.8 കോടിയിൽ നിന്ന് 1.5 കോടി കൊണ്ട് പിൻവലിച്ചു. എന്നിട്ടാണ് ഈ മാമാങ്കം നടത്തിയത്. ഇനി ബാക്കി 51.3 കോടിയുണ്ട്. ആരോ പറയുന്നത് കേട്ടു, ഈ 51.3 കോടി കൂടി ഇനി പുട്ടടിക്കാം. ഇനിയുള്ള 51.3 കോടി പുട്ടടിക്കാം. എന്താണെന്നറിയോ? ഇത് അതിദരിദ്രർക്ക് വീട് വെക്കാനുള്ള പൈസയാണ്. പക്ഷേ ഇന്നത്തോടെ ഈ മഹാസമ്മേളനം കഴിഞ്ഞയുടനെ മുഖ്യമന്ത്രി കാരണഭൂതം പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിൽ ഇനി അതിദരിദ്രരില്ല. അപ്പോൾ അതിദരിദ്രർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുത്ത, അല്ലെങ്കിൽ വീട് വെക്കാൻ വേണ്ടി വകയിരുത്തിയ 52.8 കോടിയിൽ 1.5 കോടി ഈ ധൂർത്തിന്, ഈ പന്തലൊരുക്കാനും ശീതീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് 1.5 കോടി ചെലവഴിച്ചിട്ട് ബാക്കി 51.3 കോടിയുണ്ട് കേട്ടോ. ഈ 51.3 കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ്? പുട്ടടിക്കാൻ അന്തംഗമ്മികൾക്ക് പുട്ടടിക്കാനുള്ള പൈസയാണ്. മറ്റൊന്ന്, ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഈ പത്രങ്ങൾ കാണിച്ചിരുന്നു. കേരളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഈ പരസ്യം, തട്ടിപ്പ് പരസ്യം നോക്കുമ്പോ ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ പത്രങ്ങളിൽ മാത്രമല്ല, ദേശീയ പത്രങ്ങളിൽ മുഴുവൻ, അന്യ സംസ്ഥാനത്ത് ഇറങ്ങുന്ന ഹിന്ദിയിലൊക്കെ ഇതുണ്ടെന്നേ. രാവിലെ MA ബേബിയും അവിടുത്തെ പ്രകാശ് ഞെട്ടിപ്പോയി. രാവിലെ ഡൽഹിയിൽ നോക്കിയപ്പോ ഡൽഹിയിൽ ഇറങ്ങിയ പത്രങ്ങളിലൊക്കെ ഹിന്ദിയിൽ പിണറായി വിജയന്റെ മുഖവും ടാറ്റ ബൈ ബൈ ഒക്കെ. ഇതെന്താണപ്പോ നോക്കിയപ്പോ കേരളം ദാരിദ്ര്യ വിമുക്തി നേടുന്നു എന്ന് ഡൽഹിയിൽ പരസ്യം ചെയ്തിരിക്കുന്നു ഈ അധമനായ മുഖ്യമന്ത്രി. ഇങ്ങനെ അല്പന്മാരുണ്ടോ? അതിന്റെ പൈസ കൊടുക്കണ്ടേ? പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് പിന്നെയാണ് അതിന്റെ പൈസ കൊടുക്കുക. ഏതാണ്ട് 10-25 കോടി രൂപ, 25ഓളം കോടി രൂപ ഈ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാം. അത് ഈ എന്തായാലും ഇനി അതിദരിദ്രർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒന്നിനി വേണ്ടല്ലോ. എല്ലാരും എന്താ പറയാ, ഭയങ്കര സമ്പന്നന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്നൊക്കെ പൈസ എന്ത് ചെയ്യാൻ നമുക്ക് മാന്തി എടുത്ത് നമുക്ക് സ്വന്തമാക്കാം. എന്താണ് അന്തംഗമ്മികളുടെ ഒക്കെ ഉത്സാഹം എന്നറിയോ? മറ്റൊരു ഏറ്റവും എന്താ പറയാ, നമ്മളെയൊക്കെ കോരിത്തെരിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? മോഹൻലാലും കമൽഹാസനും ഈ തരത്തിലുള്ള ഒരു തട്ടിപ്പ് പരിപാടിയിൽ നിന്ന് അവർ മാറി നിന്നു എന്നുള്ളത് എത്രമാത്രം ആശ്വാസം എന്നറിയോ? കമൽഹാസനും മോഹൻലാലും മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരായ താരങ്ങളായി മാറിയിരിക്കുന്നു. അതാണ് ഔന്നത്യം, കലാകാരന്റെ ഔന്നത്യം എന്ന് പറയുന്നത്. ആശാവർക്കർമാർ അവർക്ക് തുറന്ന കത്തെഴുതിയിരുന്നു. ഇത് തട്ടിപ്പ് പരിപാടിയാണ്, കാരണഭൂതൻ നടത്തുന്ന ഏറ്റവും വലിയ ചതിയാണ്, ഏറ്റവും വലിയ വഞ്ചനയാണ്, ഇത് ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിയാണ് എന്ന് തുറന്ന കത്തെഴുതിയിരുന്നു കേട്ടോ. മോഹൻലാൽ പറഞ്ഞു, ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാൻ ദുബായിലാണ്. കമൽഹാസൻ പറഞ്ഞു, ഞാൻ പങ്കെടുക്കുന്നില്ല, എനിക്ക് മദ്രാസിൽ വേറെ പരിപാടിയുണ്ട് എന്ന് കമൽഹാസനും പറഞ്ഞു. പക്ഷേ മമ്മൂട്ടി പങ്കെടുത്തു. കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ദിവസം കേരള ജനത കാലവും മനസ്സിൽ സൂക്ഷിക്കും കേട്ടോ. കേരളത്തിലെ പട്ടിണി മാറ്റിയെന്നതിലല്ല, കേരളത്തിലെ ഒരു ഭരണാധികാരി കേരള ജനതയെ ആകെ വഞ്ചിച്ചതിന്റെ ദിനമാണിന്ന്. അവരെ ആകെ മണ്ടന്മാരാക്കിയതിന്റെ ദിനമാണിന്ന്. അവരെ ആകെ ഒറ്റുകൊടുത്തതിന്റെ ദിനമാണിന്ന്. കേരളത്തിലെ ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട ദിവസമാണിന്ന് കേട്ടോ. അങ്ങനെയുള്ള കൊടുംക്രൂരനായ പിണറായി വിജയനും അദ്ദേഹത്തിന് ജയ് വിളിച്ച കേരളത്തിന്റെ മഹാനടൻ എന്ന് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു ഞാൻ പറയുന്നില്ല വിശേഷണം, നിങ്ങളുടെയൊക്കെ അധപ്പതനത്തിന്റെ നാളുകൾ എണ്ണിത്തുടങ്ങിയെന്ന് സൂക്ഷിച്ചോ. കാരണം ജനങ്ങളെ മറക്കരുത് കേട്ടോ.
ജനങ്ങളെ മറക്കരുത്. ഏതായാലും ഒരു കാര്യം അന്തംഗമികൾക്ക് അഭിമാനത്തോടെ പറയാം. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോഴേ ഏതാണ്ട് 4000-ഓളം ആളുകൾ വരുന്നു പറഞ്ഞിരുന്നു. അവസാനം വന്നത് 500 ചില്ലാൻ ആൾക്കാരാണ്. പകുതിയോളം കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം ഗോവിന്ദൻ പറഞ്ഞു അതൊക്കെ AI നിർമ്മിതമാണ് എന്ന്. അപ്പം ഗോവിന്ദൻ പറഞ്ഞു. പക്ഷെ നമ്മൾ വളരെ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ്. അവിടെ പകുതിയിലേറെ കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് എന്താണ്, നമ്മുടെ പഴയിടം നമ്പൂതിരി വെച്ച വിഭവസമൃദ്ധമായ സദ്യ മുഴുവനും കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ ഈ അതിഥികൾക്ക്, ഈ പ്രതിനിധികൾക്ക് ധരിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബാഡ്ജുകൾ മുഴുവനും കത്തിച്ചു കളഞ്ഞു. അങ്ങനെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം കൊളമായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഇതൊരു ഒന്നൊന്നര സംഭവമായി കേട്ടോ. നമ്മുടെ ആ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങ് ഞാൻ ഏഷ്യാനെറ്റ് വാർത്തകളാണ് കണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് പല പ്രാവശ്യം ഈ സദസ്സിലേക്ക് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തു. തിങ്ങി നിറഞ്ഞ സദസ്സ് കേട്ടോ, തിങ്ങി നിറഞ്ഞ സദസ്സ്. അപ്പൊ ഞാൻ വിചാരിച്ചേ, കാരണഭൂതത്തിന്റെ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയിട്ട് കേരളീയ ജനത, കേരളം മുഴുവൻ ഇങ്ങനെ ഇരച്ചെത്തി എന്നാ പറഞ്ഞത്. കേരള ജനത ഒരു പക്ഷേ നാളത്തെയൊക്കെ വിശകലനങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി കുറച്ചുകൂടി കഴിഞ്ഞാൽ കൈരളി ടിവിയും അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയും ഒക്കെ ഇത് പ്രക്ഷേപണം ചെയ്യും കേട്ടോ. കാരണം ഈ കാരണഭൂതത്തിന്റെ ഈ മാജിക് ലോകത്താദ്യമായി ഒരു മാന്ത്രിക വടി ചുഴറ്റിക്കൊണ്ട് മുഴുവൻ അതിദരിദ്രരെയും ഒരൊറ്റ രാത്രി കൊണ്ട് സമ്പന്നരാക്കി മാറ്റിയ കാരണഭൂതത്തിന്റെ മാജിക് ഇത് കാണാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ജനങ്ങൾ എത്തിയെന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ റിപ്പോർട്ടർ ടിവി പറയുക. ഈ റിപ്പോർട്ടർ ടിവിയിലെ മരംകൊത്തികളായ അല്ലെങ്കിൽ ഈ കാട്ടുകള്ളന്മാരായ ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ, പേരൊന്നും പറയുന്നത് ഒക്കെ നിങ്ങൾക്കറിയാം. പിന്നെ കൈരളി ടിവിയിലെ കുറെ കോമാളി കൂട്ടങ്ങളൊക്കെ നാളെ പറയും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പറഞ്ഞു തുടങ്ങും. ലോകമെങ്ങും ഇരച്ചെത്തി, ആകെ ഇങ്ങനെ പുളകമണിഞ്ഞു, കേരളം പുളകമണിഞ്ഞു എന്നൊക്കെ ആയിരിക്കും പറയുക കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയോ, എങ്ങനെയാണ് ഈ ആളെ എത്തിച്ചത്? അവിടെയാണ് തമാശ. അതായത് നിർബന്ധിച്ച് കണ്ണുരുട്ടിക്കൊണ്ടാണ് ആളുകളെ എത്തിച്ചത് അത്രേ. അതായത് പഞ്ചായത്തുകൾക്ക്, തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകൾക്കും കത്തയച്ചു. സെക്രട്ടറിമാർക്ക്, പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഒക്കെ കത്തയച്ചു സർക്കാർ. എന്താണെന്നറിയോ, കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ഒരു വാർഡിൽ നിന്ന് ചുരുങ്ങിയത് 100 പേരെ പങ്കെടുപ്പിക്കണം. 100 പേരെ ചുരുങ്ങിയത് പങ്കെടുപ്പിക്കണം. പഞ്ചായത്തിൽ നിന്ന് 200 പേരെ ഏറ്റവും മിനിമം പങ്കെടുപ്പിക്കണം. അങ്ങനെ ആകെ ഇവർക്ക് ബിരിയാണി ഒക്കെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞു, ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പാവങ്ങളെ എന്താ പറയാ, ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ കസേരകൾ മുഴുവൻ നിറച്ചു. എന്തൊരു ഗതികേടാണോ കാരണഭൂതമേ! നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറയണോ രാജിവെച്ച് പോകാൻ? 10 വർഷം ഭരണം കഴിഞ്ഞ് ഇറങ്ങി പോകാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ നിന്നെ പുറങ്കാലി കൊണ്ട് അറബിക്കടലിലേക്ക് ചവിട്ടി എറിയുമെട്ടോ ഇവിടുത്തെ ജനങ്ങൾ. അപ്പോഴാണ് നിന്റെ കോപ്പിരാട്ടിയല്ലേ, നിന്റെ ഈ മാമാങ്കം കാണാൻ വേണ്ടി ആൾക്കാർ വരും നീ ധരിച്ചു അല്ലേ? അറിയാം ആരും വരില്ല എന്ന്. അപ്പോഴാണ് നിർബന്ധിച്ച് കണ്ണുരുട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. എടോ, ഇത് ദേശാഭിമാനി മാത്രമല്ല ആളുകൾ വായിക്കുന്നത്, കൈരളി ടിവി മാത്രമല്ല കാണുന്നത്, റിപ്പോർട്ടർ ടിവി മാത്രമല്ല കാണുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ശുദ്ധ തോന്നിവാസം. MP രാജേഷ് എന്താ പറഞ്ഞതെന്നറിയോ? ഇത് കള്ളത്തരം വാർത്തയല്ല. MP രാജേഷിന് ചോദിച്ച പത്രക്കാര്, എന്താ മാഷ ഇങ്ങനെയാണോ നിങ്ങളുടെ സമ്മേളനം? ആൾക്കാരെ കണ്ണുരുട്ടിട്ടാണോ കൊണ്ടുവരുന്നത്? ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ കൊണ്ടുവരുന്നത്? ഓരോ പഞ്ചായത്തിൽ നിന്നും മിനിമം 200 പേര് വേണം, അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷൻ വാർഡിൽ നിന്നും ഏറ്റവും മിനിമം 100 പേര് വേണം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിർദ്ദേശിക്കുക? നിങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഉത്തരവിടുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഇതിനുള്ളൊരു സമ്മതം. അതായത് ഇതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാരിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു എന്താ പറയാ സമ്മതം കൊടുത്തതാണ്. സമ്മതപത്രമാണത്രേ, മണ്ണാങ്കട്ട സമ്മതപത്രം. ലോകത്താദ്യമായിട്ട് ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാകാനുള്ള ഈ ചടങ്ങില് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പൈസ കൊടുത്ത് വരുത്തുന്ന ഒരു ദുർഗതി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണത്രേ.